ഇപ്പോൾ താങ്കൾ തന്നെ ബുൾഡോസർ വീണ്ടും ഓടുമെന്ന് പറയുകയല്ലേ? അതായത് ഞങ്ങൾ ഈ ദേശത്ത് കറക്റ്റായ രീതിക്ക് ആ ബുൾഡോസർ യൂസ് ചെയ്തേക്കുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ബുൾഡോസർ ഉണ്ടാക്കുന്ന കമ്പനി ഓരോ സ്റ്റേറ്റിലും ഒരെണ്ണം ഫ്രീ ആയിട്ട് തരേണ്ട വരുമല്ലോ. ഒരു മുൻ ഉദാഹരണവുമായിരിക്കും. കാരണം ഞങ്ങൾ യു പിയിൽ ചെയ്തിരിക്കുന്ന ആ ഇൻഫ്രാസ്ട്രക്ചർ വളരെ വലുതാ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. 70 വർഷങ്ങളായിട്ട് യു പിയിൽ 1.5 എക്സ്പ്രസ് വേ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ഞങ്ങൾ 7 എക്സ്പ്രസ് വേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനു മുൻപ് യു പിയുടെ അടയാളം എന്തായിരുന്നു? റോഡിൽ കുഴി ആരംഭിച്ചാൽ അത് ബോർഡർ വരെ ഉണ്ടെന്ന് പറയും. രാത്രിയിൽ ഇരുട്ട് കണ്ട യു പിയുടെ ബോർഡർ എത്തിയെന്നും പറയും. ഇന്ന് ഇന്റർസ്റ്റേറ്റ് കണക്ടിവിറ്റി നമ്മൾ 4 ലൈനിൻ്റെ ഒപ്പം ഇണച്ചിട്ടുണ്ട്. ഓരോ ഗ്രാമത്തിനും വെളിച്ചം നൽകി. ഓരോ ഗ്രാമത്തിലോട്ടും വളർച്ചയ്ക്കായിട്ടുള്ള എല്ലാ പദ്ധതിയും എത്തിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് എല്ലാം ഇരുട്ടായിരുന്നു, ഇപ്പം എല്ലാം വെളിച്ചത്തിലോട്ടാണ്. അതുകൊണ്ടാണ് ഒന്ന് പറയുമല്ലോ എല്ലാവരും, ചന്ദ്രൻ്റെ വെളിച്ചം ഒരിക്കലും കള്ളന്മാർക്ക് ഇഷ്ടപ്പെടില്ലെന്ന്. അതൊക്കെ എങ്ങനെ അവർ സഹിക്കും? പക്ഷേ അവർ പറയുന്ന ഒരു കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ ബുൾഡോസർ സമാജ്വാദി പാർട്ടി നേതാക്കന്മാരുടെ വീടിന് നേരെയാണെന്ന്. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ മാഫിയയിലുള്ളവരും ഗാങ്സ്റ്ററും എല്ലാം സമാജ്വാദി പാർട്ടിയുടെ കൂടെയാണ്. ഈ തൊഴിലിലുള്ള കുറ്റവാളികളും മാഫിയ ഗാംഗും 2012 തൊട്ട് 2017 വരെ എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ചീഫ് മിനിസ്റ്ററായിട്ട് പദവിയെടുത്ത അന്ന് തന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. നിങ്ങൾക്കേവർക്കും ആശ്ചര്യമായിരിക്കും, ആയിരക്കണക്കിനുള്ള മാഫിയ ഗാങ്സ്റ്റർ ആളുകൾ എല്ലാവരും വെറും 24 മണിക്കൂറിൽ നിയമത്തിനെതിരായി നിന്ന് സ്ഥലങ്ങളൊക്കെ ആക്രമിച്ചവർ ചാവിയൊക്കെ ആ ഓണറുടെ കയ്യിൽ തന്നെ കൊടുത്ത് ഇത് നിങ്ങൾ തന്നെ വെച്ചോളൂ, ഞങ്ങളെ വിട്ടേക്കെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പേടിക്കുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അല്ലല്ല, ഞങ്ങളുടെ കാലം അവസാനിച്ചു, ഇനി ഞങ്ങളുടെ കാലം തീർന്ന് ഞങ്ങൾ പോവാന്ന്. വീണ്ടും ഒരു സാഹചര്യത്തിനായിട്ട് വന്ന സംഘങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന്, അതായത് ഉണ്ടാക്കിയെടുക്കാൻ അവർ വിചാരിച്ചു. ഇതാദ്യത്തെ പ്രാവശ്യമല്ല. 2017 2 യുവാക്കളുമായി ഒരുമിക്കുമെന്നും പറഞ്ഞ് ഒന്ന് ക്രിയേറ്റ് ചെയ്തായിരുന്നു. കുറച്ച് സമയത്തിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആരുടെ ഒപ്പമാണുള്ളത് അതിൻ്റെ ഒരു ചെറിയ റിഫ്ലക്ഷൻ ഉണ്ടാവുമല്ലോ. ആ സംഘത്തിൻ്റെ ആക്രമണം ആ 2 പേരുടെ മീതെ കാണാൻ പറ്റി നന്നായിട്ട്. ജനങ്ങളവർ 2 പേരെയും നല്ലപോലെ പാഠം പഠിപ്പിച്ച്. 2019 2 പാർട്ടി ഒരുമിച്ചപ്പോൾ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇതൊരു സാഹചര്യത്തിനായിട്ടുള്ളൊരു ഒരുമിക്കലായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരാൾക്കൊരാൾ വഴക്കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. ഞാൻ പാർലമെൻറ്റിൽ ഇത് തന്നെയായിരുന്നു പറഞ്ഞത്. ആ ഒരു ഒരുമിക്കൽ വന്നപ്പോൾ തന്നെ ഞാനിത് പറഞ്ഞതായിരുന്നു. ഇപ്പോഴും എനിക്കിത് ഉറപ്പായിട്ടും പറയാൻ കഴിയും. അതായത് ആ ഒരുമിക്കൽ വന്നപ്പോൾ തന്നെ എന്നോട് ചോദിച്ചതായിരുന്നു, പാർട്ടിയിൽ നിന്ന് തന്നെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഞാൻ അന്നേ പറഞ്ഞതാ 80% സ്ഥലത്തും BJP ജയിക്കുള്ളൂ, ബാക്കിയുള്ള 20% വേണമെങ്കിൽ ഇവർ ജയിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരുമിക്കലൊരു നല്ല കാര്യം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ ഭരണത്തിലുള്ളത് വരെ സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസിൽ സംഭവിച്ച പോലെ ഇവിടെ സംഭവിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, ഈ ചെറിയ പിള്ളേരെല്ലാവരും കൂടെ ചേർന്ന് BJPക്കെതിരായിട്ട് ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ജാതി കൊണ്ടുള്ള ഒരു വലിയ കൂടാരം പോലെ എന്തോ കാണിക്കാൻ വിചാരിച്ച്. പിന്നെ യു പിയിലുള്ള ജനങ്ങൾ ഈ സാഹചര്യത്തിന് വേണ്ടി വന്ന അലയൻസിന് പിന്നീട് നല്ല ഉത്തരം നൽകിയതാ. പക്ഷെ ഞാൻ ഉറപ്പായിട്ടും പറയുവാണ്, BJPക്കെതിരായിട്ട് വന്ന ഈ അലയൻസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരാൾക്കൊരാൾ എപ്പോഴും വഴക്ക് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. അവർക്കിടയെ വഴക്കുകളുണ്ടാവും, ഓരോ പ്രശ്നങ്ങൾ വരും. അതിനുശേഷം ഒരാൾക്കൊരാളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം അവിടെയുള്ള എല്ലാവരും പപ്പാതി രാഷ്ട്രീയക്കാരെന്ന് നമുക്ക് പറഞ്ഞേക്കാം. അതുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് അത് തന്നെ ചെയ്യത്തുള്ളൂ. നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ ശക്തമായ മനസ്സോടെ എല്ലാം നമുക്ക് നോക്കാൻ പറ്റും. ഞങ്ങളുടെ പ്രവൃത്തി ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. കാരണം അധിക ജനസംഖ്യയുള്ള ഈ ഉത്തർപ്രദേശ് നാടിൻ്റെ ആദ്യ വളർച്ച രീതിയായിട്ടുള്ള ഒരു സ്ഥാനത്തിൽ എത്തണമെന്ന് വെച്ചാൽ ഉത്തർപ്രദേശത്തിലെ കുറ്റവും പിന്നെ ജാതിയുള്ള രാഷ്ട്രീയവും പിന്നെ മാഫിയ നടത്തുന്ന രാഷ്ട്രീയവും മുഴുവനായിട്ട് അത് കൊണ്ടുവരണം, അത് നശിപ്പിച്ചെടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ. എന്നെ സംബന്ധിച്ച്
ഭാരതീയ ജനതയുടെ അടുത്ത രാഷ്ട്രീയകാലമൊക്കെ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് സ്ഥിരമായിട്ടിത് മാഫിയയും ഈ അലയൻസ് വയ്ക്കാൻ വരുന്നവരെയും ഇല്ലാണ്ടാക്കണം. അതുപോലെ തന്നെ UP നല്ലൊരു വളർച്ചയുള്ള ഒരു സ്ഥലമായി കൊണ്ടുവന്ന് ഒരാൾക്കായിട്ടുള്ള ഒരു ശരാശരി വരുമാനം നമ്മൾ ദേശീയ ലിമിറ്റിനേക്കാൾ അധികമായിട്ടുള്ള രീതിക്ക് ഉയർത്തണം. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യവും. ഞാൻ നടത്തി കാണിക്കാം. സർ, ഞാൻ സമാജ്വാദി പാർട്ടിയുടെ ക്യാമ്പയിനും കണ്ടിരുന്നു, അഖിലേഷ് യാദവിന്റെ പ്രസംഗവും കേട്ടിരുന്നു. അദ്ദേഹം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബുൾഡോസർ ലഖിംപൂരിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ലെന്നാണ്. ഹത്രാസിൽ സംഭവിച്ച കാര്യങ്ങൾ കാണുമ്പോൾ യോഗിജിയുടെ മനസ്സ് എന്തുകൊണ്ട് കലങ്ങിയില്ലെന്നും ചോദിക്കുന്നു. അതായത് ഹത്രസിൽ നടന്ന സംഭവം ആയിക്കോട്ടെ അല്ലെങ്കിൽ ലഖിംപൂരിൽ നടന്ന സംഭവം ആയിക്കോട്ടെ, രണ്ടും മോശമായ കാര്യങ്ങളാണ്. രണ്ട് കാര്യത്തിൽ ആക്ഷൻ എടുത്തിട്ടുണ്ട് ഈ ഗവൺമെൻറ്. കറക്റ്റായ ഒരു സമയത്താണ് ഇതിൻ്റെ ആക്ഷൻ എടുത്തതും. ഹത്രസ് സംഭവത്തിൽ എത്രത്തോളം UP പോലീസ് നോക്കിയിരുന്നോ അതിനേക്കാൾ CBI ഒരു പടി മേലെ പോവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ആ സത്യം എന്താണെന്നറിയാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഉത്തർപ്രദേശ് ആ പേരിലാക്കാനായിട്ട് എങ്ങനെയുള്ള ചതികളാണ് സംഭവിക്കുന്നതെന്ന് ജനങ്ങളും അറിയണമെന്ന് ഞാൻ വിചാരിക്കുന്ന ഇതൊന്ന്. രണ്ടാമത്തെ, ലഖിംപൂരിലും ഗവൺമെൻറ് അതിനായിട്ടുള്ള ആക്ഷൻ എടുത്തിട്ടുണ്ട്. ആ സംഭവത്തെ വെച്ച് അവിടെ ഒരു കലാപവും അവർ ഏർപ്പെടുത്തി. അവർക്കതിൽ വിജയിക്കാൻ പറ്റില്ല. അതിലുള്ള ദേഷ്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം അവർ ജാതി ആയിരുന്നു വെക്കാൻ നോക്കിയത്, പക്ഷേ അത് അവരെ കൊണ്ട് പറ്റിയില്ല. ഞങ്ങളത് ചെയ്യാൻ വിടത്തില്ല. ഞങ്ങളത് തടഞ്ഞു മുഴുവനും ഞങ്ങളുടെ കൺട്രോളിലോട്ട് കൊണ്ടുവന്നത്. പക്ഷേ ഈ രണ്ട് സംഭവവും കുറ്റമുള്ള സംഭവങ്ങളായിരിക്കാം. ഒന്ന് CBI വിചാരണ ചെയ്യുന്നത്, മറ്റൊന്ന് കോർട്ടിൻ്റെ ജുഡീഷ്യലാണ് നോക്കുന്നതും വിചാരണ ചെയ്യുന്നത്. പിന്നെ SIT ആ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നോക്കുന്നുണ്ട്. അതായത് ഈ സംഭവമൊക്കെ ചില സമയത്ത് സമൂഹത്തിലൊരു വലിയ മാറ്റം തന്നെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ റൗഡീസമായിട്ടുള്ള പൈസയും ഗുണ്ടാ പരിപാടി ചെയ്തും പൈസ വയ്ക്കാൻ പറ്റത്തില്ല. ഉത്തർപ്രദേശിൽ മാഫിയനെ ഉപയോഗിച്ച് ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഓരോ രാഷ്ട്രീയക്കാരും ഓരോ വൃത്തികേടും ചെയ്യും, റൗഡീസം ചെയ്യും. പബ്ലിക് പ്രോപ്പർട്ടിയൊക്കെ അവന്മാർ കൈപ്പറ്റിയെടുത്തു. കഷ്ടപ്പെടുന്നവരുടെ സ്ഥലവും അവർ അപഹരിച്ചെടുത്തു. അവന്മാർക്ക് വേണ്ടി ആ ബുൾഡോസർ ഉള്ളത്. അത് ഞാൻ കറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്തേ, അവർക്ക് വേണ്ടി തന്നെ. പക്ഷേ കുറ്റം ആരോപിക്കുന്ന സമയത്ത് തീവ്രവാദി എന്ന് പോലും താങ്കൾ വിളിക്കുന്നു. അതായത് ആരാ തീവ്രവാദി ആരായില്ല എന്നുള്ളത് ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. സംഭവിച്ച വലിയ രീതിക്കുള്ള തീവ്രവാദ സംഭവങ്ങൾ 2003 തൊട്ട് 2007 വരെ സമാജ്വാദി പാർട്ടി ഭരണത്തിലാണ് നടന്നത്. ഈ തീവ്രവാദികളൊക്കെ, അതായത് ഗോരഖ്പൂരിൽ തന്നെ 2007, 2008 അതായത് കണ്ടിന്യൂസ് ആയിട്ട് ബോംബൊക്കെ പൊട്ടി. ഗോരഖ്നാഥറിൻ്റെ അനുഗ്രഹം കാരണം ഒരാൾ പോലും അതിൽ പരിക്കേറ്റോ കുടുങ്ങിയിട്ടോ ഇല്ലെന്ന് പറയാം. ഇല്ലെങ്കിൽ ഗോരഖ്പൂരിനെ നശിപ്പിക്കാനായിട്ട് അവർ ചെയ്ത ആ പ്ലാനൊക്കെ അഹമ്മദാബാദിൽ സംഭവിച്ച പോലെ തന്നെ സംഭവിച്ചേനെ. അഹമ്മദാബാദിൽ ബോംബ് പൊട്ടിയപ്പോൾ 56 പേരാണ് മരിച്ചത്. കാശിയിൽ ശങ്കട് മോചൻ അമ്പലത്തിൽ നടന്ന ആക്രമണത്തിൽ 12 പേരാ മരിച്ചുപോയത്. കോടതി നടന്ന ആക്രമണത്തിൽ അയോധ്യ, ലക്നൗ, വാരണാസിയിൽ 15-നും മേലെയുള്ള വക്കീലന്മാർ, പൊതുജനങ്ങളും ഒരുപാട് പേര് ബാധിക്കപ്പെട്ടു. പല സ്ഥലത്തായി ബോംബ് ബ്ലാസ്റ്റ് സംഭവിച്ചു. ഇതിനേക്കാൾ ഒരു വൃത്തികെട്ട കാര്യം എന്താ വെച്ചാൽ 2013 ഈ സമാജ്വാദി പാർട്ടി ഈ തീവ്രവാദികളുടെ മേളിലുള്ള എല്ലാ കേസും വാപ്പസ് എടുത്ത്, ഉള്ള എല്ലാ കേസും. ഇത് തന്നെ ഒരു വലിയ ഉദാഹരണമാണ്. ഒന്ന്, അവരുടെ ഭരണകാലത്ത് വലിയ വലിയ തീവ്രവാദ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. രണ്ടാമത്തേത്, ആ തീവ്രവാദികളുടെ മേത്തൊട്ടായിരുന്ന എല്ലാ പ്രശ്നവും മാറ്റി. മൂന്നാമത്തേത്, അഹമ്മദാബാദ് ബോംബ് ബ്ലാസ്റ്റ് നടത്തി ഒരു തീവ്രവാദിയുടെ മരണശിക്ഷ. അതിലൊരു കുടുംബം സമാജ്വാദി പാർട്ടിയുടെ കൂടെ നല്ല കണക്ഷനിലായിരുന്നു, അറിയാമല്ലോ. അതായത് അത് അഹമ്മദാബാദ് സംഭവം മാത്രമല്ല, കുറച്ചുകൂടെ പറയണമെങ്കിൽ ഡൽഹിയിൽ സംഭവിച്ച ബട്ട്ല ഹൗസ് സംഭവം നടന്നപ്പോൾ, ബട്ട്ല ഹൗസ് സംഭവത്തെക്കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കുറ്റവാളിയായ മുഹമ്മദ് സെയ്ഫ്, അവൻ്റെ സഹോദരനും അതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അയാളും അതിൽ നിന്ന് എസ്കേപ്പായി പോയി. ആസൻപൂരിലെ ജനങ്ങൾ, പിന്നെ സഞ്ജത്പൂരിലെ ജനങ്ങൾ
ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. നിങ്ങൾ നന്നായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. 38 പേർക്കാണ് മരണശിക്ഷ ലഭിച്ചത്. അതിൽ ഒരാളെ തെരഞ്ഞെടുത്ത് സമാജ്വാദി പാർട്ടിക്കാരൻ എന്ന് പറഞ്ഞ. ദാ നോക്കൂ, ഇപ്പൊ ചോദ്യം അതല്ല. ഏതൊരു പാർട്ടി ആണെങ്കിൽ പോലും ദേശീയത്തിന്റെ സുരക്ഷ മാറ്റിവെച്ചിട്ട് ഇലക്ഷൻ ബാങ്കിന് വേണ്ടി തന്നെ സുരക്ഷ മാറ്റിവെക്കുവാണെങ്കിൽ അതിനെ ഒരിക്കലും ഈ നാട് മാറ്റിവെക്കാൻ പാടില്ല. ഭരണമെന്നും ഉണ്ടാവും, നാടുണ്ടെങ്കിൽ രാഷ്ട്രീയം ഉണ്ടാവും. പക്ഷെ നാടിന്റെ രാഷ്ട്രീയത്തെ ബാധിക്കുന്ന രീതിക്ക് ഏതൊരു കാര്യവും രാഷ്ട്രീയപരമായിട്ട് കായികപരമായിട്ടും വരാനേ പാടില്ല ഇവിടെ.